വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഇത് ഓപ്ഷൻ ട്രേഡറിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ലെവൽസ് നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടെക്നിക്കൽസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇത് നിങ്ങൾ പ്ലാൻ ചെയ്യുക, എൻട്രിയും എക്സിറ്റും. വളരെ നമ്മുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ട്രേഡിംഗ് ചെയ്യുന്നതെല്ലാം ഒരു 25,000 റുപ്പീസിൻ്റെ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ ട്രേഡിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം എൻട്രിയും എക്സിറ്റും 10-15 മിനിറ്റിൽ കൂടുതൽ പോകാറില്ല. 15 മിനിറ്റിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാറും ഇല്ല. അതേപോലെ ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡേ എടുക്കാറുള്ളൂ. അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അതിനുശേഷം ആ ട്രേഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ ചാർട്ട് നോക്കുന്നതോ ചെയ്യുന്നതല്ല, ഞാൻ ചെയ്യാറില്ല. കരച്ചൽ ഞാൻ നേരത്തെ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറക്കാനുള്ള ഒരു ചില മറവി എന്ന് പറയുന്ന ആ കാര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരപ്രസാദമാണ്, അനുഗ്രഹമാണ്. അത് എവിടെ യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് ആ മറവി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ലൈഫിലോട്ട് പോകാൻ പറ്റും. 2 ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. ഒന്ന്, നമ്മൾ എപ്പോഴും പഴയ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ് മെച്യൂരിറ്റിയൊക്കെ ആയതിനു ശേഷം നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിക്കും. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് നെഗറ്റീവായിട്ട് നടന്നിരിക്കുന്ന നിറച്ച കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ മെമ്മറിയിൽ വരിക. നെഗറ്റീവായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ സ്കൂളിൽ സാറടിച്ചത്, അല്ലെങ്കിൽ പുറത്തിറക്കി നിർത്തിയത്, അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും ഫ്രണ്ട്സുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിയത്, അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തക്കാർ നമ്മളെ ഒരു ഡിഫറൻ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തത്, ഇതേപോലത്തെ നിറച്ച് നെഗറ്റീവായിട്ടുള്ള മെമ്മറീസാണ് നമുക്ക് വരിക. ഇത് മറക്കുക. ഈ നെഗറ്റീവായിട്ടുള്ള മെമ്മറിയൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മറക്കണം. എന്നിട്ട് പാസ്റ്റിൽ നടന്ന പോസിറ്റീവായിട്ടുള്ള മെമ്മറി നമ്മൾ ആലോചിക്കുന്നു എന്നുണ്ടെങ്കിൽ, പ്രസൻറ്റിൽ ആലോചിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ മറവി എങ്ങനെ യൂസ് ചെയ്യണമെന്നൊരു ചെറിയൊരു ട്രിക്കാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ട്രേഡിങ്ങിലും ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ലോസ് ആയാൽ അത് 500 രൂപ ആണെങ്കിലും 5000 രൂപയാണെങ്കിലും 5 ലക്ഷം രൂപയാണെങ്കിലും 5 കോടി രൂപയാണെങ്കിലും അത് ലോസ് ആയാൽ ലോസിനെ അക്സെപ്റ്റ് ചെയ്യുക. എത്രയാണെങ്കിലും അത് നിങ്ങളുടേതായ ട്രേഡിംഗ് പൊട്ടൻഷ്യൽസ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റിസ്ക് മാനേജ്മെൻ്റ് എന്ന്. മനസ്സിലായോ? വളരെ അത് ഇംഗ്ലീഷിലുള്ള വേർഡാണ് റിസ്ക് മാനേജ്മെൻറ്റ്. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ രാവിലെ ഒരു എൻട്രിയിൽ കയറി അത് ലോസായി, ഒരു 5%, 1%, വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങളുടെ റിസ്കിന്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം അടച്ചു വയ്ക്കുക. അതിനെ ചാർട്ടോ അല്ലെങ്കിൽ ഇതിനെ മറ്റേ ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമോ ഇതൊക്കെ അടച്ചു വയ്ക്കുക. എന്നിട്ട് മറക്കുക. മറന്നതിന് ശേഷം വേറെ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധകൾ ചെലുത്തുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയേ. ഒരു മാസം 30 ദിവസം ഇതൊന്ന് ചെയ്തു നോക്കിയേ. നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ മാറും. അതുപോലെ കൺസിസ്റ്റൻസി. ഇപ്പോൾ എൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അതായത് എനിക്ക് മിനിമം ടാർഗറ്റ് 1:1 ആണ്. ഞാൻ വയ്ക്കുന്നതിന് 20 പോയിൻറ്റിൻ്റെ SLA വയ്ക്കാറുള്ളൂ. അതിൽ കൂടുതൽ SL വയ്ക്കാറില്ല. അതാണ് എൻ്റെ റിസ്ക്. എവിടെ ഞാൻ എൻട്രി എടുക്കുന്നോ അവിടെ നിന്ന് 20 പോയിൻറ്റിൻ്റെ റിസ്ക്കേ ഞാൻ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പ്രോഫിറ്റും അങ്ങനെ തന്നെയാണ്. 20 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് മാത്രമേ, അതായത് 20 പോയിൻറ്റിൻ്റെ റിവാർഡ് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എന്ത് കിട്ടിയാലും എനിക്ക് ലോട്ടറിയാണ്. എന്ത് കിട്ടിയാലും 1 പോയിൻ്റ് കൂടി 21 പോയിൻ്റ് കിട്ടിയാലും എനിക്ക് ലോട്ടറിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഇമോഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പോലെ മാർക്കറ്റ് രാവിലെ മുതൽ വൺ സൈഡ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും, ഇപ്പോൾ നമ്മളൊരു സ്ട്രൈക്കിൽ എടുത്തതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, 225 കയറിയത് ഒരു സ്ട്രൈക്ക് കാള്. അതിൽ ഞാൻ ബുക്ക് ചെയ്ത് 248 വൈകിട്ട് അത് ക്ലോസ് ചെയ്തതോ 400 ക്ലോസ് ചെയ്തത് ആ പ്രീമിയം. പക്ഷേ എനിക്ക് അതിനകത്ത് യാതൊരു സെൻറ്റിമെൻ്റലോ അല്ലെങ്കിൽ യാതൊരു ഇമോഷനോ ഒന്നും വന്നില്ല. കാരണം എൻ്റെ റിസ്ക്കും എൻ്റെ റിവാർഡും എനിക്ക് കിട്ടി. ഇത് കൺസിസ്റ്റൻസ് ആയിട്ട് കിട്ടിയ. കാരണം ഇതേപോലത്തെ മാർക്കറ്റ് എല്ലാ ദിവസവും കാണില്ല.
സോ ഇത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും 20 അങ്ങനെ ഗ്രോ ചെയ്യുക. എന്നിട്ട് 20 എന്നുള്ളത് പതിയെ നമുക്ക് അത് കൂട്ടാം, 25, 30 എന്ന് പറഞ്ഞ് കൂട്ടാം. പക്ഷേ ആദ്യം നമ്മുടെ കൺസിസ്റ്റൻസി, ഒരു റിസ്ക് ഒരു റിവാർഡ്, അത്രേ ഉള്ളൂ. ഈ റിവാർഡ് കിട്ടിയതിന് ശേഷവും അന്നത്തെ ദിവസം മറക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യൂ. ഒരു മാസം നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിങ്ങിൽ ഭാവി ഉണ്ടാവും, നല്ല ഭാവി ഉണ്ടാവും. ട്രേഡിങ്ങിൽ ലൈഫ് ടൈം നിങ്ങൾക്ക് ആജീവനാന്തകാലം നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ. നമുക്ക് കാര്യത്തിലോട്ട് പോവാം. നമുക്ക് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ ഞാൻ മുകളിലോട്ട് നോക്കുന്നില്ല, പക്ഷേ ഇന്ന് നല്ല വൊളറ്റാലിറ്റിയാണ്. ഇന്നലെ നമ്മൾ ഇട്ടിരുന്നു വൊളറ്റാലിറ്റി ഉണ്ടാവുമെന്ന്. അത് ഇട്ടതിന് ശേഷം നല്ലൊരു ഗ്യാപ്പ് അപ്പാണ് ഇന്നലെ നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ നിഫ്റ്റി 50 മുകളിലോട്ട് തന്നത്. നല്ലൊരു ഗ്യാപ്പ് അപ്പാണ്. ഈ വൊളറ്റാലിറ്റി ഇന്നും കാണും, നല്ല വൊളറ്റാലിറ്റി കാണും. ഇത് നല്ലൊരു ട്രാപ്പാണ്. ഈ ട്രാപ്പാണെന്നുള്ളതും ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് നല്ലൊരു ട്രാപ്പ് വരാൻ പോവുകയാണ് എന്നൊരു ഹിൻഡ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിരുന്നു. സോ ഇതൊക്കെ നമ്മുടെ ചാർട്ടും മാർക്കറ്റ് പ്രൊഫൈലും അങ്ങനെ കുറേ കാര്യങ്ങളും വെച്ച് ബേസ് ചെയ്തിട്ട് ക്ലിയറായിട്ട് ഇതിനകത്ത് മനസ്സിലായി. ഇത് ഗ്യാപ്പ് ഡൗണൊക്കെ ആൾക്കാരെ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ബോർഡറിലുള്ള അറ്റാക്കും ബോർഡറിൽ നമ്മുടെ ആർമി ചെയ്യുന്ന അടിപൊളി സംഭവങ്ങളും പാകിസ്ഥാന് കൊടുക്കുന്ന 8ൻ്റെ പണിയും. സോ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ആൾക്കാർ വിചാരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുമെന്നുള്ളത്. പക്ഷേ അതൊന്നുമല്ല. ചാർട്ടിലും പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ ഞാൻ വെറുതായിട്ട് മുകളിലോട്ട് നോക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഈ മുകളിലോട്ടിൽ 2-3 ലെവൽ നോക്കുക. ഇന്നലത്തെ പോലെ മുകളിലോട്ട് കയറി പോകും എന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷേ മുകളിലോട്ട് നല്ല രീതിയിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ 25, 246, 250 ഈ ലെവല് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇതുപോലെ നമ്മൾ ഷോർട്ട് ഞാൻ നോക്കുന്നില്ല എന്നുള്ളത് ഒരു 3-4 ദിവസം മുമ്പേ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. 23,150 എവിടെ വന്നെന്നുണ്ടോ? 23,150 മുകളിൽ നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ക്ലിയറായിട്ട് ഇട്ടിരുന്നു 23,150. ഇതോ നോക്കിയാൽ 24,150 വെരി സോറി 24,150. നേരത്തെ പറഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളയുക. 24,150 ഞാൻ പറഞ്ഞിരുന്നു. 24,150 മുകളിൽ നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നത് വരെ നമ്മൾ താഴോട്ട് നോക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. സോ അതുപോലെ തന്നെ നല്ലൊരു ഗ്യാപ്പും നല്ലൊരു ഇന്നലെ മുകളിലോട്ടും പോയി. താഴോട്ടുള്ള ഈ ലെവലും നോക്കുക. 24,845 24,950 ഒക്കെ നോക്കുക. സോ ഇന്നത്തെ POC 180 ആണ്, 180 ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. അത് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത് ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇതിനേക്കാൾ ഒരു സ്ട്രാറ്റജി ആരും പറഞ്ഞു തരത്തില്ല, എവിടെയും കിട്ടത്തുമില്ല. പക്ഷേ അതിൻ്റെ ബാക്കിൽ എൻ്റെ ഒരു 3-4 വർഷത്തിൻ്റെ സ്ക്രീൻ ടൈമുണ്ട്. 3-4 വർഷത്തിൻ്റെ സ്ക്രീൻ ടൈമും എഫർട്ടും ഉണ്ട്. അത് എന്താ പറയുക, അത് അത്ര പെട്ടെന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയം വരുമ്പോഴത്തേക്ക് എടുക്കാം. പക്ഷേ അതൊരു ഇത്രയും 3-4 വർഷത്തിൻ്റെ സ്ക്രീൻ ടൈമിൽ നിന്ന് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ടത് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അത് വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കൂ ഒരാഴ്ച 10 ദിവസം. എന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത്, നിങ്ങൾ എൻട്രി എടുക്കണമെന്നില്ല, അത് എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് അത് അക്യൂറസി തരുന്നതെന്നൊക്കെ നോക്കൂ. ഇന്നലെ നമ്മൾ കയറാൻ കാരണം ഈ ഡെവലപ്മെൻറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് കയറിയത്. അതായത് 11 മണി വരയ്ക്കും എൻട്രി കയറിയില്ല, 11 മണി വരയ്ക്കും നമ്മൾ നോക്കി നിന്നു. ഈ സമയത്തുള്ള ഇതിൻ്റെ ലോ സ്പോട്ടിൽ, നിഫ്റ്റി സ്പോട്ടിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഈ 10 മണിക്കുള്ള ഈ ലോയിൽ ഈ പർട്ടിക്കുലർ സ്ട്രൈക്ക് 200 മുകളിൽ 210 മുകളിൽ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു 210 ആണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് ടെലഗ്രാം ചാനൽ ഇട്ടിരുന്നു. അത് 210 മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. കുറേ നേരം സസ്റ്റെയിൻ ചെയ്തു. മോർ ദാൻ ഹാഫ് ആൻ അവർ ഈ 10:45 ശേഷവും അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് അതുവരെയും ഞാൻ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. വെറുതെ കയ്യും കെട്ടി അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് വാച്ച് ചെയ്യുകയായിരുന്നു. ഈ ആൾമോസ്റ്റ് ഒരു 45 മിനിറ്റോളം ഈ 210 മുകളിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഒരു എൻട്രി കയറി നല്ല പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തു. 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ സമയത്തിനകത്ത് 23 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ്. 23 പോയിൻറ്റ് പ്രോഫിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം
ഇന്നലെ നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. എൻ്റെ ലോട്ട് സൈസ് കുറച്ച് കൂടുതലാണ്. ഞാൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലോട്ട് സൈസിലാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ എനിക്ക് ഈ 23 പോയിൻ്റ് എന്നുള്ളത് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. സോ ഈ ലെവലൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ നല്ല നല്ല എൻട്രീസും എക്സിറ്റും നടക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.